ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 152 ഉള്ളൂർ ശിവഗിരിയിൽ. ഭാഗം 152 ഉള്ളൂർ ശിവഗിരിയിൽ ഇവിടെ ആരംഭിക്കുന്നു. മലയാള കവിതയിലെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായി ശോഭിച്ചിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ തിരുവിതാംകൂറിലെ ദിവാൻ പേഷ്കാരായിരുന്നു. ഗുരുദേവനിൽ വലിയ ആദരവും ബഹുമാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭരണസംബന്ധമായ ആവശ്യങ്ങൾക്കായി ചിലപ്പോഴൊക്കെ വർക്കലയ്ക്ക് അദ്ദേഹം വന്നിരുന്നു. അങ്ങനെ വരുന്ന അവസരത്തിൽ ശിവഗിരിയിലെത്തി ഗുരുദേവനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉള്ളൂർ കാറിൽ ശിവഗിരിയിൽ വന്നിറങ്ങി. അപ്പോൾ ഗുരുദേവൻ ശിവഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ വിശ്രമിക്കുകയായിരുന്നു. അതറിഞ്ഞ് അദ്ദേഹം കാറിൽ നേരെ സ്കൂളിലേക്ക് പോയി. ഗുരുദേവനെ കാണാൻ വരുന്ന അവസരങ്ങളിൽ ഉള്ളൂർ ഔദ്യോഗിക വേഷം ധരിക്കുമായിരുന്നില്ല. അതിനാൽ ഒരു മുണ്ടും നേരിയതും മാത്രം ധരിച്ചുകൊണ്ടാണ് അന്ന് അദ്ദേഹം എത്തിയിരുന്നത്. ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന സ്കൂൾ മുറിയിലേക്ക് കയറി വന്ന ഉള്ളൂർ ഗുരുദേവനെ വണങ്ങി. വിദ്യാഭ്യാസ കാര്യങ്ങളെപ്പറ്റിയായിരുന്നു അപ്പോൾ സംഭാഷണം ചെയ്തിരുന്നത്. ഉച്ചയായപ്പോൾ ഗുരുദേവൻ ഉള്ളൂരിനെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണം കഴിച്ചില്ലല്ലോ, ശിവഗിരിയിൽ പോയി ഭക്ഷണം കഴിക്കാം. ഉള്ളൂർ: ആവാം. വർക്കലയിലെ സർക്കാർ അതിഥി മന്ദിരത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തനിക്കായി പരിചാരകന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുമെന്ന് ഉള്ളൂരിന് അറിയാമായിരുന്നു. എങ്കിലും ശിവഗിരിയിൽ നിന്നും അന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനാൽ ഗുരുദേവൻ കയറിയ കാറിനു പിന്നിലായി ഉള്ളൂരും തൻ്റെ കാറിൽ ശിവഗിരിയിലെത്തി. തൃപ്പാദങ്ങളുടെ അടുത്തു തന്നെ ഉള്ളൂരിനും ഇലയിട്ട് ഊണ് വിളമ്പി. ഭക്ഷണം കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുന്നതിനിടയിൽ ഗുരുദേവൻ ചോദിച്ചു, ശിവഗിരിയിലെ ഭക്ഷണം കൊള്ളാമോ? അപ്പോൾ ഉള്ളൂർ പറഞ്ഞു, ശിവഗിരിയിലെ ഭക്ഷണത്തിൻ്റെ സ്വാദ് മറ്റെങ്ങുനിന്നും കിട്ടുകയില്ല സ്വാമി. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ. ശിരസു നമിച്ചു ഞാൻ തൊഴുന്നേൻ പാവന ശിവഗിരി ചൂടിയ പാദങ്ങൾ, ശിവഗിരി ചൂടിയ പാദങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 152 ഉള്ളൂർ ശിവഗിരിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.